അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 50-ാം പേജ്. വഹാമിലിൻ, ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭിണിയായ ഭാര്യയുടെ ഭർത്താവ് മരിച്ചതിന് വേണ്ടിയുള്ള ഇദ്ദയാവുന്നത് ഈ വലവിഹി ആ ഗർഭത്തിനെ പ്രസവിക്കൽ കൊണ്ടാണ്. ആ ഗർഭിണിയായ ഭാര്യയുടെ ഇദ്ദ പ്രസവിക്കൽ കൊണ്ടാണ്. തെളിവെന്താ? ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതിന് വേണ്ടിയാണ്. ഉലാത്തുൽ അഹ്മാലി അജ്ലുഹുന്ന അൻ യളന ഹംലഹുന്ന എന്ന അള്ളാഹിൻ്റെ വാക്കിന് വേണ്ടിയാണ്. ഗർഭമുടേതായ ഭാര്യമാർ അജ്ലുഹുന്ന അവരുടെ ഇദ്ദയാകുന്നത് അൻ യളന അവർ പ്രസവിക്കലാണ്. ഹംലഹുന്ന അവരുടെ ഗർഭങ്ങൾ, അതിനുള്ള അവധി, ഇദ്ദയുടെ സമയം അവധി നടത്തും. അപ്പോൾ ഈ അത് കൗലിഹി ഉലാത്തുൽ അഹ്മാലി അജ്ലുഹുന്ന എന്നുള്ള ഈ കൗലാകുന്നത് മുഖയ്യിദുൻ, അത് തഖ്സീസാക്കുന്നുണ്ട്. കൈത് കൊടുക്കേണ്ട കാരണം ഉദ്ദേശം തഖ്സീസാക്കുന്നുണ്ട്. എന്തിന്? ലി ഇത്ലാഖിൽ ആയത്തി സാബിഖത്തി, കഴിഞ്ഞ 49-ാമത്തെ പേജ് പറഞ്ഞതായിരിക്കുന്ന വാക്കിന്. അവിടെ പറഞ്ഞെന്തായിരുന്നു? വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ. അപ്പോൾ പറഞ്ഞത് പിന്നെ ഈ ഗർഭിണി അല്ലാത്തവരുടെ കാര്യത്തിലാണ്. അവിടെ ഇത്ലാഖായിട്ടാണല്ലോ പറഞ്ഞത് എന്ന് വരുത്തുന്നുണ്ട് ഈ വാക്ക്. അപ്പോൾ ഈ ഗർഭത്തിനെ പ്രസവിക്കലുകൊണ്ട് ഇദ്ദ തീരെ എങ്ങനെയാണ്? ബി ഷർത്തിഹി, ആ ഹംലേക്കുള്ള ആ പ്രസവിക്കലിലേക്കുള്ള ഷർത്തോടു കൂടി. അങ്ങനത്തെ ഷർത്താണ് സാബിക്ക് 43-ാമത്തെ പേജ് കഴിഞ്ഞു പോയിരുന്നു. എന്തായിരുന്നു അവിടെ കഴിഞ്ഞു പോയത്? ഇനി ഇൻഫിസാരി കുല്ലിഹി, ഒന്ന് ഹംല് കംപ്ലീറ്റ് പിരിയണം. 2 ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 2നെയും പ്രസവിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നിസ്ബത്തിയ ഹംലിനെ ചേർത്തണമെന്നും പറഞ്ഞിരുന്നു. എങ്ങോട്ട്? ലാദിൽ ഇദ്ദത്തി, ഇദ്ദ ഉടേതായിരിക്കുന്ന ആളിലേക്ക്. അല്ല വേറെ ആളെങ്കിലും കുട്ടി പോരാന്നർത്ഥം. ശുഭത്തിൻ്റെ ഒത്തിലൊക്കെ ഉണ്ടാകുന്നു പോരാ. വരൂ ഇഹ്തിമാലൻ, അത് ഇദ്ദയുടെ ആളിലേക്കുള്ള നിസ്ബ ഒരു സാധ്യത പ്രകാരമാണ്. അയാളിലേക്ക് എന്നുള്ള ഉറപ്പൊന്നുമില്ല, അതിനൊരു സാധ്യത ഉണ്ട്. ഒരു സാധ്യത പ്രകാരം അയാളിലേക്കുള്ള നിസ്ബിൻ്റെ ഉദാഹരണം ഇതുപോലെ കമംഫിയും ബിരിയാനിൻ, ലിയാന് കൊണ്ട് നഫീസ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന കുട്ടിയെപ്പോലെ. ലിയാന് കൊണ്ട് നഫീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലാഹിർ ശരീഅത്തിൻ്റെ പ്രകാരം അവിടെ അയാളിലേക്ക് ചേരൂല. പക്ഷേ അയാൾക്ക് തോന്നിപ്പോയതാകാം, അയാൾ കളവ് പറഞ്ഞതാകാം, ഈ കുട്ടീനെ ഇയാൾ തന്നെ ആകാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ആയാലും മതി. ഫലു മാത്തസ്ബിയുൻ, അപ്പോൾ ഈ പിന്നെ കുട്ടിയെ ദുലിദ്ദയിലേക്ക് നിസ്ബ ചെയ്യണം എന്ന ഷർത്തുണ്ട് എന്ന് വെക്കുമ്പോൾ ഫലു മാത്തസ്ബിയുൻ, ഒരു കുട്ടി ഭർത്താവ് വഫാത്തായി, ഭർത്താവിനക്ക് പ്രായപൂർത്തിയിട്ടില്ല, അങ്ങനത്തെ ഭർത്താവാണ് വഫാത്തായത്. അൻ ഹാമിലിൻ, ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ തൊട്ട്. അയാളെ ഭാര്യക്കാണെങ്കിൽ ആ ചെറിയ കുട്ടി ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ട്, അപ്പോഴാണ് കുട്ടി ഭർത്താവ് മരിച്ചതെങ്കിൽ ഫബിൽ അശ്വരി, അവിടെ അവളുടെ വഫാത്തിൻ്റെ ഇദ്ദ കയ്യിൽ 3 മാസങ്ങളെ കൊണ്ടാണ്. ലാബിൽ വള്ളി എന്നല്ലാതെ അവിടെ പ്രസവിക്കൽ കൊണ്ടല്ല. അല്ല, അവിടെ മാസങ്ങൾ കൊണ്ട് 3 മാസമല്ല കേട്ടോ, 4 മാസവും 10 ദിവസവും കൊണ്ടാണ് അവിടുത്തെ ഇദ്ദ. ലാബിൽ വള്ളി എന്നല്ലാതെ അവിടെ പ്രസവിക്കലുകൊണ്ടല്ല. എന്താ ഇവിടുത്തെ പ്രസവം കൊണ്ടാവില്ല അറിയാൻ കാരണം? എന്നൽ ഹംല, കാരണം ഈ ഗർഭം മംഫിയുൻ അൻഹു, അത് ഈ മരിച്ച കുട്ടി ഭർത്താവിന് നഫീസ് ചെയ്യപ്പെട്ടതാണ്. എന്താ നഫീസ് ചെയ്യപ്പെടാൻ കാരണം? ഈ അതുമി ഇൻസാരി, കുട്ടി ഭർത്താവിനൊക്കെ എന്തിനേയും പുറപ്പെടില്ല. ഇതിനെ പുറപ്പെടണമെങ്കിൽ പ്രായപൂർത്തിയാവണ്ടേ. അപ്പം ഇതിനെ പുറപ്പെടാതെ എങ്ങനെ അയാൾ കൂട്ടിയുണ്ടാകുക? അപ്പോൾ അതുകൊണ്ട് പിന്നെ അയാളിലേക്ക് ചേർക്കില്ല. അപ്പോൾ കൊണ്ട് പിന്നെ 4 മാസവും 10 ദിവസവും കൊണ്ടാണ് അടുത്തിദ്ദ. വക്കഥാ, ഇങ്ങനത്തെ കുട്ടി ഭർത്താവിൻ മരിച്ചാളുടെ മാതിരി തന്നെയാണ് മംസൂഹൻ, മംസൂഹായ ആൾ ഭർത്താവ് മരിച്ചാലും അയാളുടെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവിടെയും ആ പ്രസവിക്കലുകൊണ്ടല്ല, മറിച്ചും 4 മാസവും 10 ദിവസവുമാണ്. എന്താ മംസൂഹിൻ്റെ അർത്ഥം? ഐ മക്തൂ ദക്രി വല്ലുൻസേനീന, ലിംഗവും 2 മണിയും ഛേദിക്കപ്പെട്ടവൻ. ഫൈന്നഹു, അത് ഈ മംസൂഹും ഇങ്ങനെ ഈ ചെറിയ കുട്ടിൻ്റെ മാതിരി അറിയാൻ കാരണം ഈ മംസൂഹായ ഭർത്താവ് ഇതാ മാത്ത, അയാൾ മരിച്ചാൽ അൻഹാമിലും ഗർഭിണിയായ ഭാര്യയെ തൊട്ട് മരിച്ചാൽ എഴുത്തദ്ദത്ത്, ആ ഭാര്യ ഉദ്ധരിക്കേണ്ടത് ബില്ലസൂരി 4 മാസവും 10 ദിവസവും കൊണ്ടാണ്. ലാബിൽ വതി എന്നല്ലാതെ ആ ഗർഭത്തിനെ പ്രസവിക്കലുകൊണ്ടല്ല. എന്താ ഈ മംസൂഹിൻ്റെ ആയ ഭാര്യ പ്രസവിച്ചാൽ പിന്നെ ഇത് കഴിയൂല, പിന്നെ മാസം കൊണ്ടാന്ന് പറയാൻ കാരണം? ഇത് കാരണം ലാ യൽഹഖുഹു, ആ മംസൂഹായ ദക്കറും ഉൻസേനും ഛേദിക്കപ്പെട്ട ഭർത്താവിനോട് ചേരൂലല്ലോ അൽ വലതു, ഈ പെണ്ണിൻ്റെ വയറ്റിലുള്ളതായിരിക്കുന്ന കുഞ്ഞ്. അതേമാതിരി മത് പ്രകാരം ചേരൂല. എന്താ ചേരാണ്ടിരിക്കാൻ കാരണം? ലിയന്നഹു, കാരണം ഈ മംസൂഹായ ദക്കറും ഉൻസേനും ഛേദിക്കപ്പെട്ടതായിരിക്കുന്ന ഭർത്താവാകുന്നത് ലാ യുൻസിലു, അയാൾക്ക് ഇന്ദ്രിയം ഉണ്ടാവില്ല. ഇന്ദ്രിയം പുറപ്പെടാതെ പിന്നെ എങ്ങനെ കുട്ടി ഉണ്ടാകുന്നു?
ഫലം തതിരില്ലാതത്തു ആദത്താണെങ്കിൽ നടന്നിട്ടുമില്ല. ബിയൻ യുഹലക്കലഹു വലതുൻ അങ്ങനത്തെ മംസുഹാരിക്കുന്ന വ്യക്തിക്ക് സന്താനം ജനിക്കപ്പെടലുകൊണ്ട് ആദത്ത് നടന്നിട്ടുമില്ല. അപ്പോൾ ഹർക്കുലാത്തായിട്ടൊക്കെ അങ്ങനെ സംഭവിക്കണം, അത് നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കാലിൽ ഇസ്തഖ്രിയു വഗൈറുഹു കാൽ ഇസ്തഖ്രിയു വഗൈറുഹു എന്നാൽ ഇസ്തഖ്രീമാമും അദ്ദേഹം അല്ലാത്തവരൊക്കെ പറഞ്ഞു യൽഹക്കു കുട്ടി ചേരുമെന്ന് ഹു മംസൂഹ് അഥവാ മക്തൂദ് ദക്കറവല്ലുൻസീനിയായിരിക്കുന്ന ഭർത്താവിനോട് കുട്ടി ചേരുമെന്ന്. അതിനോട് ഞാൻ എന്താ എന്നെ മായതിനൽ മായി, കാരണം ഇന്ദ്രിയത്തിൻ്റെ മയദിൻ അത് വിളഞ്ഞുണ്ടാകുന്ന അത് കരിഞ്ഞുണ്ടാകുന്ന സ്ഥലമാകുന്നത് അസുൽബു മുതുകാണല്ലോ. ബഹുവ ഈ മുതുക് ബഹുവ ഈ ഇന്ദ്രിയമാകുന്നത് യംഫുദു അത് നാഫിദാകാലോ അത് ചെന്ന് ചേരാലോ മീൻ സക്ബത്തിൻ ദ്വാരത്തിൽ കൂടി ഇലല്ലാഹിരി പുറത്തേക്ക് വരാലോ. അപ്പം ഈ ഇന്ദ്രിയത്തിൻ്റെ മയദിൻ അത് ഉത്ഭവിച്ചുണ്ടാകുന്ന സ്ഥലം മുതുകാണെന്നും അതിന് വരാൻ സക്ബത്തിൽ കൂടി വരാൻ സാധ്യതയുണ്ട്. ആ രണ്ട് സാധനം അഥവാ ഒന്ന് ഇന്ദ്രിയത്തിൻ്റെ മയദിനാകുന്ന സുൽബ്, മറ്റൊന്ന് അത് പുറത്തേക്ക് വരാനുള്ളതായിരിക്കുന്ന സക്ബത്ത് ധാരം. അതാണെങ്കിൽ ബാക്കിയാനി അത് ദക്കറും ഉൻസൈനും ഛേദിക്കപ്പെട്ട ആൾക്കും ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ട് അയാളിലേക്ക് ചേരുമെന്ന് ഇസ്തഖ്രീമാമും ഖൈറും പറഞ്ഞു. വയുഹുക്കാദാലിക്ക ഇങ്ങനെ മംസൂഹിലേക്ക് ചേരുമെന്ന ഈ അഭിപ്രായത്തിനെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഖൗലൽ ഷാഫി റളിയല്ലാഹുവിൻ്റെ ഒരു കൗലായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ തങ്കലി അപ്പോൾ ഇസ്തഖ്രീമാമി പറഞ്ഞ അഥവാ ഷാഫിയോലേക്ക് ചേർക്കപ്പെട്ട ഈ കൗല് പ്രകാരം ഇപ്പോൾ തങ്കലി ഇദ്ദത്തുഹ ഈ പെണ്ണിൻ്റെ അഥവാ ഭർത്താവ് മംസൂഹാണ്, പക്ഷേ അവൾക്ക് ഗർഭമുണ്ട്. എന്നാൽ അങ്ങനത്തെ ഭാര്യയുടെ ഇദ്ദ തീരും ബിൽ വളി ഈ ഹംലിനെ പ്രസവിക്കലുകൊണ്ട് തീരും. അലാഹാദ ഇസ്തഖ്രീമാമി പറഞ്ഞതായിരിക്കുന്ന ഈ കൗല് പ്രകാരം ഇത് കഴിയുന്നർത്ഥം. വയൽഹക്കു ചേരും മജ്ബൂബൻ ദക്കർ മുറിക്കപ്പെട്ടതായിരിക്കുന്ന ഭർത്താവിനോട് കുട്ടി ചേരും. എങ്ങനത്തെ മജ്ബൂബാണ്? ബക്കിയ ഉൻസയാഹു അയാളെ 2 മണിയും ബാക്കിയുണ്ട് എങ്കിൽ. എന്താ അങ്ങനെ ചേരാൻ കാരണം? ലി ബക്കായി ഔഇയത്തിൽ മനീൻ്റെ പാത്രങ്ങളാകുന്ന ഉൻസൈനിപ്പുണ്ടല്ലോ അയാൾക്ക്, അതുകൊണ്ട് വക്കതി യസ്രു. പിന്നെ ഇപ്പോൾ അയാൾക്ക് മജ്ബൂബല്ലേ, ദക്റില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അയാളെ ഇന്ദ്രിയം അവളുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിന് പറയാം? വക്കതി യസ്രു ചിലപ്പോൾ ആ ഇന്ദ്രിയം എത്താലോ ഇല റഹിമി ഈ പെണ്ണിൻ്റെ ഗർഭപാത്രത്തിലേക്ക് ബി ഖൈരി ഈലാജിൻ അയാളുടെ ദക്കറിനെ കടത്താതെ വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടിയൊക്കെ അതിനെ പുറത്ത് പിടിച്ച് ഉറുമത്തുള്ളവർക്ക് പുറത്ത് വന്ന് അവളിലേക്ക് കടത്തിയാൽ മതിയല്ലോ. അപ്പോൾ അവളെ കൈ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ പുറപ്പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തതാവാലോ. അപ്പം അങ്ങനെ പിന്നെ മജ്ബൂബിനോട് ഉൻസൈനി ബാക്കിയുള്ളതായിരിക്കുന്ന മജ്ബൂബിനോട് കുട്ടിച്ചേരും എന്ന് വെക്കുമ്പോൾ ഫത്തഅ്തദ്ദു സൗജത്തു അങ്ങനത്തെ മജ്ബൂബായ ഭർത്താവിൻ്റെ ഭാര്യ ഇദ്ദിരിക്കണം. അങ്ങനത്തെ ഭാര്യയാണ് അൽ ഹാമിലു ഗർഭിണിയായിരിക്കുന്ന ഭാര്യ ഇദ്ദിരിക്കണം ബിഹി ആ വധു പ്രസവിക്കലുമുണ്ട്. ഇബ്നു വലി ഈ വഫാത്തിഹി അയാൾ വഫാത്തായതിന് വേണ്ടി ഇദ്ദിരിക്കണം. വലായിദ്ദത്താലിഹ അതേസ്ഥാനത്ത് ഈ മജ്ബൂബായ ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് ഇദ്ദ നിർബന്ധമല്ല. ലി തലാഖി ആ മജ്ബൂബായ ഭർത്താവ് തലാഖ് ചെല്ലിങ്ങാണെങ്കിൽ ഇദ്ദിരിക്കുകയും വേണ്ട. എന്താ കാരണം? ഈ അന്നഹു നിശ്ചയമായിട്ടും ഈ മജ്ബൂബായ ഭർത്താവാകുന്നത് ലായ തസവ്വുറു മിൻഹു അയാളിന് രൂപപ്പെടുന്നല്ലോ അല്ല വത്തു സംയോഗം ചെയ്യുക എന്നുള്ളത്. സംയോഗം ചെയ്ത ആൾക്ക് എങ്കിലല്ലേ തലാഖിൻ്റെ ഇത് നിർബന്ധമാവുള്ളൂ. വഫാത്തിൻ്റെ ഇതൊക്കെ അങ്ങനെയല്ല, ഇപ്പം സംയോഗം ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് നിർബന്ധമാവുന്നത്. വക്കഥാ ഇങ്ങനെ ദക്റ് ഛേദിക്കപ്പെട്ട ആളെ പോലെ തന്നെയാണ് മസ്ലൂരുൻ ഹുസ്യത്താഹു 2 മണി ഊരിയെടുക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പറിച്ചെടുക്കപ്പെട്ടവൻ. പക്ഷേ മണി പറിച്ചെടുക്കപ്പെട്ടെങ്കിൽ ബക്കിയ ദക്റുവിൻ്റെ ദക്റ് ബാക്കിയുണ്ട്. എന്നാൽ യൽഹക്കു അങ്ങനത്തെ ഭർത്താവിനോട് ചേരും അൽ വലതു അയാളുടെ ഭാര്യ പ്രസവിക്കുന്ന കുട്ടി ചേരും അൽ മദ് പ്രകാരം ചേരും. ഫഖീലാടെ പറയപ്പെട്ടിട്ടുണ്ട് ലാ യൽഹക്കു കുട്ടി ചേരൂലഹു മസ്ലൂരായ ഭർത്താവിനോട് ചേരൂല എന്ന്. അതിന് കാരണം എന്താ? അന്നഹു നിശ്ചയമായിട്ടും ഈ മസ്ലൂരായ മണി പറിച്ചെടുക്കപ്പെട്ടതായിരിക്കുന്ന ഭർത്താവ് ലാമാലു അയാൾക്ക് ബീജം ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് കാരണം. അപ്പോൾ ദുഫിയ ഈ കീഴടി ന്യായം അയാൾക്ക് ഇന്ദ്രിയം ഉണ്ടാവില്ല എന്നുള്ള ന്യായത്തിനെ തള്ളപ്പെട്ടു. എന്തുകൊണ്ട് തള്ളപ്പെട്ടു? ബി അന്നഹു നിശ്ചയമായിട്ടും ഈ മണി നീക്കിയെടുക്കപ്പെട്ട ദക്റ് ബാക്കിയുള്ളതായിരിക്കുന്ന ഈ ഭർത്താവ് അത് യുവാലിഹു ചിലപ്പോൾ അയാൾ കഠിനാധ്വാനം ചെയ്തേക്കാലോ ഫിൽ ഇലാജി അയാളെ ദക്കറിനെ ഫർജിലേക്ക് കടത്തുന്ന വിഷയത്തിൽ. കാരണം ഫർജയാക്കുണ്ടല്ലോ ദക്കറയാക്കുണ്ടല്ലോ. ഫയൽത്തതു അപ്പോൾ തുറന്ന് അയാൾക്ക് രസം കിട്ടും.
യുൻസിലു അങ്ങനെ അതിനെ തുടർന്ന് ഇൻസാലാവുകയും ചെയ്യും. മാവുൻ ഇന്ദ്രിയം റക്കീക്ക നേരിയ നിലക്ക് വരികയും ചെയ്യാലോ, അത്ര മതിയല്ലോ കുട്ടി ഉണ്ടാക്കാൻ. അപ്പോൾ ഇദാത്തുൽ ഹുക്മി ഈ വിധിയെ ചുറ്റിക്കലാവുന്നതിൽ വത്തീൻ്റെ മേൽ ചുറ്റിക്കൽ. വത്ത് നടന്നിക്കുകയാണെങ്കിൽ കുട്ടിണ്ടായാലും ഓൻ്റെതാണെന്ന് വെക്കലാകുന്നത്. ബഹുവാത്തരത്തിൽ വത്ത് എന്നുള്ള സൗബുൽ ലാഹിറും എല്ലാവർക്കും ലാഹിറാകുന്ന സൗബാണത്. അപ്പോൾ ലാഹിറായ സൗബാകുന്ന വത്തിൻ്റെ മേൽ ഹുക്മിനെ ചുറ്റിക്കലാവുന്നത് അതാണല്ലോ ഏറ്റവും നല്ലത്. മിനിദാറത്തിഹി ഹുക്മ അഥവാ കുട്ടിയവൻ്റെയൊക്കെ ചേരാന്നുള്ള ഹുക്മിനെ ചുറ്റിക്കുന്നതിനേക്കാൾ എന്തിൻ്റെ മേൽ ചുറ്റിക്കുക? അൽ ഇൻസാരി ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളതിന് മേൽ. അങ്ങനത്തെ ഇന്ദ്രിയം പുറപ്പെടാണ് അത് ഹഫി, അതാർക്കും വ്യക്തമാകുന്നതല്ല. അപ്പോൾ ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളതിൻ്റെ മേൽ ചുമത്തിയിട്ട് പിന്നെ അത് അതിന് കഴിയില്ലല്ലോ എന്നല്ലേ പറയേണ്ടത്. ഈ ദക്കർ പിന്നെ ഹുൻസൈൻ നീക്കപ്പെട്ട ആൾക്ക് അത് ഹഫിയ വിഷയമാണ്. വായറായ സോബ് പിന്നെ വത്തുകയാണ്, അതിന് ചങ്ങായിക്ക് കഴിയല്ലോ. അതുകൊണ്ട് പത്തായത്തത് സൂചത്തൂൽ ഹാമിലു. അപ്പം അങ്ങനത്തെ ദക്കർ വാക്കുണ്ട്, 2 മണി നീക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യയെ ഇദ്ദിരിക്കണം. അൽഹാമിലു ഗർഭിണിയായ ഭാര്യയെ ഇദ്ദിരിക്കണം. അത് പ്രസവിക്കലുകൊണ്ട് ഇദ്ദിരിക്കണം. ഈ വഫാത്തിഹി ആ ഭർത്താവ് വഫാത്തായതിനു വേണ്ടി ഇരിക്കണം. അപ്പോൾ തലാഖിഹി തലാഖ് ചെല്ലിയതിന് വേണ്ടിയും ഇരിക്കണം. കാരണം വത്ത് കിടന്നിട്ടുണ്ടല്ലോ. ലുഹോക്കി ഈ കുട്ടി അങ്ങനത്തെ മസ്ലൂലിനോട് ചേരും എന്നുള്ളതായിരിക്കുന്ന മതവ് പ്രകാരം. വബിൽ അശ്വരി എന്ന മാസങ്ങളെ കൊണ്ടാണ് അവൾ ഇദ്ദിരിക്കേണ്ടത്. ഇൽ വഫാത്തി ഭർത്താവ് മരിച്ചതിന് വേണ്ടി. അത് വബിൽ അശ്വരി മാസങ്ങളെ കൊണ്ടുള്ള ഇദ്ദിരിക്കണം. ബിൽ വഫാത്തി മറിച്ചതിന് വേണ്ടി. അതുപോലെ തന്നെ വബിൽ അക്രായി കുറുകളെ കൊണ്ട് ഇദ്ദിരിക്കണം. തലാഖി തലാഖ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ കുറുകളെ കൊണ്ട് ഇദ്ദിരിക്കണം. അതേത് പ്രകാരം? അല അതുമിൽ ലുഹൂക്കി മസ്ലൂലിനോട് കുട്ടി ചേരൂല എന്നുള്ളതായിരിക്കും അഭിപ്രായ പ്രകാരം. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന ഫായിസീന സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത